നമസ്കാരം. കലിക ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ നിരവധി പോസ്റ്റ് ഓഫീസുകളിലെ ലോക്കർ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയ ഉത്തർപ്രദേശ് സ്വദേശിയെ കടയ്ക്കൽ പോലീസ് പിടികൂടി. ഉത്തർപ്രദേശിലെ സാംബൂർ സിർപുര സാമ്പാൾ സ്വദേശി 25 വയസ്സുള്ള ആസിഫ് റാസയാണ് എറണാകുളത്തു നിന്നും കടയ്ക്കൽ പോലീസിന്റെ പിടിയിലായത്. തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ, കാട്ടാക്കട, പാലോട്, കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ, എഴുകോൺ, കുണ്ടറ, കണ്ണനെല്ലൂർ എന്നീ പോസ്റ്റ് ഓഫീസുകളിലാണ് ലോക്കർ പൊളിച്ച് മോഷണം നടത്തിയത്. കഴിഞ്ഞ ഒരു മാസക്കാലമായി തിരുവനന്തപുരം റേഞ്ച് കേന്ദ്രീകരിച്ച് തിരുവനന്തപുരം റൂറൽ, കൊല്ലം സിറ്റി, കൊല്ലം റൂറൽ പോലീസ് ജില്ലകൾ കേന്ദ്രീകരിച്ച് പോസ്റ്റ് ഓഫീസ് മാത്രം ലക്ഷ്യമിട്ട് മോഷണം നടത്തിയിരുന്ന അന്തർ സംസ്ഥാന കുറ്റവാളിയായ ആസിഫ് റാസയെ ഇന്നലെ കടയ്ക്കൽ പോലീസും ടീമും ചേർന്ന് എറണാകുളത്ത് നിന്ന് അതിസാഹസികമായാണ് പിടികൂടിയത്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് പൂവാർ, കാട്ടാക്കട, കടയ്ക്കൽ, പാലോട്, എഴുകോൺ, കുണ്ടറ എന്നീ പോസ്റ്റ് ഓഫീസുകളിൽ മോഷണം നടത്തുകയും ലക്ഷക്കണക്കിന് രൂപ മോഷ്ടിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വളരെ വ്യക്തമായി അന്വേഷണം നടത്തുകയും തെളിവുകളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ വളരെ കുറ്റകൃത്യമായ അന്വേഷണത്തിലൂടെയാണ് പോലീസ് ഇന്നലെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. ആദ്യമായാണ് പോസ്റ്റ് ഓഫീസുകളിൽ ഇത്തരം മോഷണങ്ങൾ നടക്കുന്നത്. അത് പോലീസ് വളരെ ഗൗരവകരമായി കാണുകയും മുകളിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം കൃത്യമായി അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി 2 ദിവസം കൊണ്ട് എറണാകുളത്ത് പ്രതി ഉണ്ട് എന്നുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോയി വ്യക്തമായി തിരച്ചിൽ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ എറണാകുളം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ സമീപത്തുള്ള ലോഡ്ജിൽ നിന്നും പ്രതിനെ പിടിക്കാൻ കഴിഞ്ഞത്. പ്രതിനെ പിടിക്കുന്ന സമയത്ത് പ്രതി കുറ്റത്തിന് ഉപയോഗിച്ചിരുന്ന വെൽഡിംഗ് ടൂൾസ്, അതുപോലെ മോഷണം നടത്തിയിരുന്ന സ്റ്റാമ്പുകൾ ഏറെക്കുറെ പോലീസിന് കിട്ടിയിട്ടുണ്ട്. പ്രതിയിൽ നിന്ന് അന്വേഷിച്ചതിൽ നിന്ന് പ്രതി തിരുവനന്തപുരം ചാലയിൽ നിന്നാണ് ഈ വെൽഡിംഗ് മെഷീൻ വാങ്ങിയതും അതുപയോഗിച്ചാണ് പല പോസ്റ്റ് ഓഫീസുകളിൽ മോഷണം നടത്തിയതും എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പഠിക്കുന്ന സമയത്ത് എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസ് കേന്ദ്രീകരിച്ച് മോഷണം നടത്താനുള്ള പ്ലാൻ ഇട്ടതായി മനസ്സിലാക്കാൻ കഴിയുകയും അതിൻ്റെ സമീപത്ത് പല സമയത്തും CCTV നോക്കിയ പല സമയത്തും ഇതിൻ്റെ സമീപത്ത് കൂടി പോയിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്തിട്ടുള്ളതാണ്. കുണ്ടറ മോഷണം നടന്ന സ്ഥലത്ത് നിന്ന് പ്രതിക്ക് ടൂളിൻ്റെ ഒരു വാറണ്ടി കാർഡ് ഉണ്ടായിരുന്നു. ആ വാറണ്ടി കാർഡ് പ്രകാരം നമ്മൾ അന്വേഷണം നടത്തിയത് തിരുവനന്തപുരം ചാല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ടൂൾസ് വാങ്ങിയെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. തുടർന്ന് ചാലയിൽ അന്വേഷണം നടത്തിയപ്പോൾ അവിടെ പൈസ കൊടുത്ത് ടൂൾ വാങ്ങിയതായിട്ടും ഗൂഗിൾ പേ വഴി പൈസ അയച്ചതായിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞു. തുടർന്നാണ് പ്രതിയിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് കഴിഞ്ഞു. നിലവിലെ 7ഓളം സ്റ്റേഷനുകളിലാണ് പോസ്റ്റ് ഓഫീസ് മോഷണം നടന്നിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് പൂവാറ്, കാട്ടാക്കട, പാലോട്, കടയ്ക്കൽ, എഴുകോൺ, കുണ്ടറ എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് മോഷണം നടത്തിയിരിക്കുന്നത്. മോഷണം നടത്തിയ പൈസ ഗൂഗിൾ പേ മുഖാന്തരം ഉത്തർപ്രദേശിലുള്ള ഒരു സുഹൃത്തിന് അയച്ചു കൊടുത്തതായിട്ട് ഇന്നലെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് കൂടുതലായിട്ടുള്ള അന്വേഷണത്തിൽ നിന്ന് പോലീസ് അതിന് ഒരു വ്യക്തത വരുത്തുന്നതായിരിക്കും. നിലവിൽ കേരളത്തിലുള്ള ആരുമായിട്ടും പ്രതിക്ക് കമ്മ്യൂണിക്കേഷനിൽ ആദ്യമായിട്ടാണ് പ്രതി കേരളത്തിൽ എത്തുന്നതെന്നും പോസ്റ്റ് ഓഫീസുകൾ മാത്രം വീക്ഷിച്ച് മോഷണം നടത്തുന്ന ഒരു മുറസാണ് പുള്ളിയുടെ എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. കൂടുതൽ അന്വേഷണത്തിൽ കൂടുതൽ പ്രതികളുണ്ടോ അല്ലെങ്കിൽ ഇതിനകത്ത് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം 22-ാം തീയതിയാണ് കടയ്ക്കൽ പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തായി പ്രവർത്തിക്കുന്ന കടയ്ക്കൽ പോസ്റ്റ് ഓഫീസിലെ ലോക്കർ കുത്തിപ്പൊളിച്ച് 1.25 ലക്ഷത്തോളം രൂപ മോഷ്ടാവ് കവർന്നത്. തുടർന്ന് കടയ്ക്കൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടന്നു വരുന്നതിനിടയിൽ മോഷ്ടാവ് എഴുകോൺ, കുണ്ടറ, കണ്ണനെല്ലൂർ പോസ്റ്റ് ഓഫീസുകളിലും സമാനമായ രീതിയിൽ മോഷണം നടത്തി. കുണ്ടറയിലെ പോസ്റ്റ് ഓഫീസിൽ നിന്നും തിരുവനന്തപുരം ചാലയിൽ പ്രവർത്തിക്കുന്ന കടയിലെ കട്ടിംഗ് മെഷീൻ വാങ്ങിച്ചതിന്റെ ഗ്യാരണ്ടി പേപ്പർ പോലീസിന് ലഭിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരത്തെ ചാലയിലെ കടയിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് കട്ടിംഗ് മെഷീൻ വാങ്ങിച്ചതിന്റെ പൈസ ഗൂഗിൾ പേ ചെയ്തതായി പോലീസ് കണ്ടെത്തുന്നത്. സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി മൊബൈൽ നമ്പറിന്റെ ഉടമ ഉത്തർപ്രദേശിലുള്ള ആളാണെന്ന് പോലീസ് കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് എറണാകുളത്തെ പോസ്റ്റ് ഓഫീസിനോട് ചേർന്നുള്ള ലോഡ്ജ് മുറി വാടകയ്ക്കെടുത്ത് പോസ്റ്റ് ഓഫീസ് മോഷണത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടയിൽ കടയ്ക്കൽ പോലീസ് ലോഡ്ജ് മുറിയിൽ നിന്നും മോഷ്ടാവിനെ പിടികൂടുന്നത്. ലോഡ്ജ് മുറിയിൽ നിന്നും മോഷണത്തിന് ഉപയോഗിച്ചിരുന്ന കട്ടിംഗ് മെഷീനും പോസ്റ്റ് ഓഫീസിലെ സ്റ്റാമ്പുകൾ ഉൾപ്പെടെയുള്ള രേഖകളും പോലീസ് കണ്ടെടുത്തു. മോഷ്ടാവ് ഉപയോഗിച്ചിരുന്ന മൊബൈലിന്റെ സിം കാർഡ് ഉത്തർപ്രദേശിലുള്ള സഹോദരന്റെ പേരിലുള്ളതായും മോഷ്ടിച്ചു കിട്ടുന്ന പണം ഉത്തർപ്രദേശിലുള്ള സുഹൃത്തിന്റെ അക്കൗണ്ടിലേക്കാണ് അയച്ചുകൊണ്ടിരുന്നതെന്നും പോലീസ് കണ്ടെത്തി. പോസ്റ്റ് ഓഫീസ് മോഷണത്തിൽ കൂട്ടുപ്രതികൾ ഉണ്ടോ എന്നുള്ളത് പോലീസ് അന്വേഷിച്ചു വരികയാണെന്നും പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ അറിയുകയുള്ളൂ എന്നും കടയ്ക്കൽ SI ജ്യോതിഷ് ചിറവൂർ പറഞ്ഞു. മോഷ്ടാവിനെ മോഷണം നടത്തിയ പോസ്റ്റ് ഓഫീസിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.